ഇന്ത്യയിൽ നിന്നും ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘം ബ്രസീൽ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വളരെ വിപുലമായി വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു യുദ്ധമല്ല, മറിച്ച് ഭീകരാക്രമണത്തിനെതിരെയുള്ള ഒരു പ്രതികരണം മാത്രമാണ് എന്നും 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം കാശ്മീരിനെ അതിന്റെ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുവാനും ഇന്ത്യയിൽ ഉടനീളം തന്നെ വർഗീയ സംഘർഷം വിതയ്ക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് ശശി തരൂർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ശശി തരൂരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു യുദ്ധമല്ല, മറിച്ച് ഭീകരാക്രമണത്തിനെതിരായ ഒരു പ്രതികരണമാണ് എന്നും അതുപോലെ സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബ്രസീലിലെത്തിയ കോൺഗ്രസ് നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം കാശ്മീരിന്റെ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുവാനും ഇന്ത്യയിൽ ഉടനീളം തന്നെ വർഗീയ സംഘർഷം വിതയ്ക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് ഉറച്ച നയതന്ത്ര സന്ദേശത്തിൽ അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞു. ഞങ്ങളൊരു യുദ്ധം ആരംഭിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുക എന്നതായിരുന്നു മുഴുവൻ ആശയവും. ഭീകരാക്രമണത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ്. അത് വളരെ നീചമായ പ്രവൃത്തിയായിരുന്നു. ഇത് ഭയാനകവും ഇന്ത്യക്ക് പരമാവധി നാശം വരുത്തുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നുവെന്നും ഞങ്ങളൊരു യുദ്ധം ആരംഭിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് സൂചിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹം ആശയങ്ങളിൽ ഉടനീളം തന്നെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ബ്രസീലിയൻ അംബാസിഡറായ സെൽസോ അമോറിനോടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് നൽകിയതും. ഭീകരാക്രമണത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ്. അത് വളരെ നീചമായ പ്രവൃത്തിയായിരുന്നു. അത് ഭയാനകവും ഇന്ത്യക്ക് പരമാവധി നാശം വരുത്തുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നൽകി. UN ഉപരോധ സമിതിക്ക് റെസിസ്റ്റൻസ് ഫ്രെഡിനെ കുറിച്ച് ഞങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഏപ്രിൽ 25 പ്രസ്താവനയിൽ സുരക്ഷാ കൗൺസിലിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഗ്രൂപ്പിന് പേര് നൽകാൻ പോലും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ദുഃഖകരമെന്ന് പറയട്ടെ, ചൈനയുടെ പിന്തുണയോടെ തന്നെ പാകിസ്ഥാൻ ആ പേര് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ലഷ്കർ-ഇ-തൈബയുടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ഈ മുന്നണി സൃഷ്ടിച്ചതിന് തരൂർ വളരെ വിശദീകരിച്ച് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യയെ ബ്രസീലിനോ നിലവിൽ സുരക്ഷാ കൗൺസിലിൽ ഇല്ല എന്ന് അദ്ദേഹം വിലപിച്ചുകൊണ്ട് ഈ വിടവ് നികത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ ആ സാഹചര്യം മാറ്റണമെന്നും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൗൺസിലിൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ LED-യുടെ ജെയ്ഷെ മുഹമ്മദും TRF പോലുള്ള ചെറിയ സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇന്ത്യ മുൻപ് UN-ൽ അറിയിച്ചതാണ്. 2024 മെയ്യിൽ അതുപോലെ തന്നെ നവംബർ മാസങ്ങളിലെ റിപ്പോർട്ടുകളിൽ ഈ മുന്നണികൾ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ മുഖംമൂടികളായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെയും ചൈനയുടെയും സമ്മർദ്ദം മൂലമാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അന്താരാഷ്ട്ര പ്രസ്താവനകളിൽ സ്ഥിരമായി തന്നെ അംഗീകാരം നിഷേധിക്കുന്നത് കൂടുതൽ ഉറച്ച ആഗോള ഇടപെടലുകളുടെ ആഹ്വാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനോ പാകിസ്ഥാൻ അവരെ അന്വേഷിക്കുന്നതിനോ ഒരു നടപടിയും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സർക്കാർ ശക്തമായ ഒരു സന്ദേശം അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നതൊരു യുദ്ധ പ്രഖ്യാപനമല്ല, മറിച്ച് ഭീകരതയ്ക്ക് മറുപടി നൽകാതെ പോകില്ല എന്ന പ്രഖ്യാപനമാണ് എന്നും അദ്ദേഹം ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ജൂൺ 1 ബ്രസീലിയൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ബ്രസീലിയയിലെ തന്നെ ഇന്ത്യൻ എംബസി ചാർജ് ഡി അഫേഴ്സ് സന്ദീപ് കുമാറാണ് സ്വീകരിച്ചത്. ബ്രസീലിലെ മീറ്റിംഗുകൾക്ക് ശേഷം നാളെ ആരംഭിക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിനോടുകൂടി തന്നെ പ്രതിനിധി സംഘം നയതന്ത്ര ബന്ധം തുടരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.